പിന്നെ ഞാൻ പറഞ്ഞതിലൊരു ഇതുണ്ട്, ഈ ബ്രീത്തറിൻ്റെ ലൈൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല, സ്റ്റാർട്ടാവും. പിന്നെ ഈ നീഡിൽ നമ്മുടെ റിപ്പയറിംഗ് കിറ്റിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് കയറ്റിയാണ് നമ്മുടെ ലുക്ക് വരുന്ന വണ്ടി ഇരിക്കുന്നത് കറക്റ്റ് നമ്മളങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കറക്റ്റ്. ഹായ്, നമ്മുടെ കരീഷ്മയ്ക്ക് നമ്മളങ്ങനെ ഒരു കാർബറേറ്റർ എടുത്തിട്ടുണ്ട്. ഇതാണ് കാർബറേറ്റർ, പെർഫോമൻസ് കാർബറേറ്ററാണ്. ഇത് പിടിപ്പിക്കുന്ന ഒരു ചെറിയ വീഡിയാണ്. 26 mm സൈസ് വരുന്ന കാർബറേറ്ററാണ്. ഇതിൻ്റെ തന്നെ 28 mm കിട്ടും. പക്ഷേ അപ്പം നമ്മുടെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലായതുകൊണ്ടാണ് നമ്മൾ 26 mm എടുത്തേക്കുന്നത്. ഇപ്പം നിലവിൽ ഇരിക്കുന്ന കാർബറേറ്റർ ഇതാണ്. ഒറിജിനൽ ഹീറോയുടെ അല്ല ഹെയിൻ്റെ ഒറിജിനൽ കാർബറേറ്ററാണ് വരുന്നത്. ഇതിന് ഏകദേശം ഒരു 7000 രൂപ നമ്മുടെ സ്റ്റോക്ക് കാർബറേറ്ററിന് വില വരുന്നുണ്ട്. ഇതിന് പക്ഷേ ഒരു 3500 രൂപ 3600 രൂപ പരിപാടിയിൽ സാധനം കിട്ടും. നമ്മുടെ വണ്ടിക്ക് രാവിലെ ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളും, പിന്നെ ഓട്ടത്തിലിടയ്ക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ വാക്യൂം പിസ്റ്റണൊക്കെ മാറി വരുമ്പോൾ ഏകദേശം എങ്ങനെ വിളിച്ചാൽ 1000 രൂപ ചിലവുണ്ട്. അത് കാരണമാണ് നമ്മൾ ഈ കാർബറേറ്റർ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാർബറേറ്റർ നമ്മുടെ സ്റ്റോക്ക് കാർബറേറ്ററും വരുന്ന മെയിൻ വ്യത്യാസം, ഇത് കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് കാർബറേറ്ററാണ്. ഇത് നമ്മുടെ സ്റ്റോക്ക് മൈലേജൊക്കെ തരും. ഇതിന് കുറച്ച് മൈലേജ് കുറവായിരിക്കും. പക്ഷേ ജെറ്റും പൈലറ്റ് ജെറ്റും നീഡിലും വേറെ സെപ്പറേറ്റ് വേറെണ്ണം കൂടെ ഉണ്ട്. നമ്മളെല്ലാം അടിച്ചിട്ടേക്കുന്നുണ്ടാണ്. ഓൾറെഡി ഇതിനകത്ത് ഒരെണ്ണമുണ്ട്, അല്ലാതെ റിപ്പയറിംഗ് കിറ്റായിട്ട് അതും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ വ്യത്യാസം, നമ്മുടെ സ്റ്റോക്ക് ആക്സിലേറ്റർ കേബിൾ കയറത്തില്ല. ഇതിന് റിട്ടേൺ ഉള്ള സൈസാണ് നമ്മുടെ സ്റ്റോക്ക് വരുന്നത്. 2 കേബിൾ വരും. ഇതിന് മറ്റേ പണ്ടത്തെ യൂണിക്കോണൊക്കെ ഉള്ള പോലെ മറ്റേ സ്പാക്കോടെ ആക്സിലേറ്റർ കേബിൾ കാർബറേറ്റർ വരുന്ന സൈസ് വണ്ടിയുടെ കേബിൾ മേടിച്ചിട്ടുണ്ട്. പഴയ യൂണിക്കോണും ഷൈനൊക്കെ വരുന്ന സൈസ്. ഇങ്ങനെ ഏകദേശം ഒരു 120 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് കുറച്ച് പെർഫോമൻസ് ഓറിയൻറ്റഡ് സാധനം ആയതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ഒരു 10000 RPM വരെ 11000 RPM വരെ കയറാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ചോക്ക് വരുന്നത്. ഇങ്ങനെ മുകളിലോട്ട് വലിച്ചു വെച്ച ചോക്ക് ആവും. പിന്നെ ഇത് ഡയറക്റ്റ് ഫിറ്റാണ്, വേറെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല. എന്നാലും വെക്കുന്ന വീഡിയോയിലേക്ക് പോകും. പിന്നെ സൈഡ് കവറും കാര്യങ്ങളും ഊരിയിട്ടുണ്ട്. ഷീറ്റ് അടിച്ച് സൈഡ് കവർ ഊരിയിട്ടുണ്ട്. ഇനി ഈ ബ്രീത്തിങ്ങിൻ്റെ പൈപ്പ് പയ്യെ ഊരിവിടാം. പിന്നെ ഈ കവർ ഊരിയെടുക്കണം. ഈ കവറൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. പിന്നെ 2 കേബിൾ ഊരിയെടുക്കണം. പിന്നെ ഈ നട്ടും പിന്നെ ഈ മാനിഫോൾഡിൻ്റെ അടുത്ത് ഈ നട്ടും കൂടെ അഴിച്ചു വിട്ടാൽ മൊത്തത്തിൽ ഊരിപ്പോകുന്നുള്ളൂ. പിന്നെ കുറച്ച് ചെളിയും കാര്യങ്ങളുണ്ട്, സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഊരിട്ടെടുത്ത് പരിപാടി നോക്കാം. അങ്ങനെ നമ്മുടെ കേബിൾ കൊണ്ട് ഊരിയിട്ടുണ്ട്. ഇനി ഈ സ്ക്രൂ വെച്ച് ഈ സൈഡിൽ ഇത് ഊരിപ്പോരും. ഒരു മൈനസ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ തള്ളിയ ഈ സൈഡിൽ നിന്ന് ഇങ്ങ് ഊരിപ്പോരും. ഈ വാക്യൂം മിഷീൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ രാവിലെ സ്റ്റാർട്ടാവാത്ത പ്രശ്നമൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കറക്റ്റ് കണ്ടീഷൻ. 15 വർഷത്തെ പഴക്കം ഉണ്ട്. സ്റ്റോക്ക് കാർബറേറ്റർ തന്നെയാണ്, മാറ്റിയിട്ടൊന്നുമില്ല. പഴയ യൂണിക്കോണും ഈ സെയിം പ്രശ്നം തന്നെ ഉണ്ട്. ഇങ്ങനെ രാവിലെ സ്റ്റാർട്ടായിരിക്കും. ചോക്ക് വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ റെഡിയാകും. പിന്നെ ഇങ്ങനെ അത് കുറച്ചും കൂടെ രൂക്ഷമായി വരും. എന്തായാലും ഇത് പിടിപ്പിക്കാനുള്ള ബാക്കി പരിപാടി നോക്കാം. അങ്ങനെ നമ്മളത്തെ മേളത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കേബിള് കയറ്റിയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടെ വലിച്ച് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇനി ഈ കേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിന് മേളടിച്ചെടുത്ത് ഈ കേബിൾ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു എല്ലെങ്കിൽ വേണം, അല്ലെങ്കിൽ 2 ബോട്ടുണ്ട്, അത് 2 വാങ്ങിച്ചെടുക്കാം. അതിനോട് ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്റർ സ്പ്രിങ് കയറ്റിയിട്ട് കേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നീഡിൽ നമ്മുടെ റിപ്പയറിംഗ് കിറ്റിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് കയറ്റിയിടണം. പ്ലാസ്റ്റിക്കിന് ക്യാപ്പ് ഫസ്റ്റ് കയറ്റിയിട്ടിട്ട് ഇത് കയറ്റിയിടണം. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഫോൺ പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് സെറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത്. ഇനി നേരെ ഇതിനകത്തോട്ട് കയറ്റിയിട്ടാൽ മതി. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഡയറക്റ്റായിട്ട് നേരെ കയറ്റിയിടാം. കയറ്റിയിട്ടിട്ട് ഇല്ലെങ്കിൽ ഇട്ട് മുറിക്കാൻ മതി. ഓൾറെഡി ബോൾട്ട് ഇരുത്താൽ തന്നെ ഇരിപ്പുണ്ട്. എന്താണെങ്കിലും അത് നോക്കാം. ഇടുമ്പോൾ ഈ നീഡിൽ കറക്റ്റായിട്ട് ഇറങ്ങുന്നുണ്ടോ നോക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ പിടിച്ച് പ്രസ് ചെയ്ത് നീഡിൽ ബെൻഡായി കഴിഞ്ഞാൽ പിന്നെ മടുപ്പാവും. അങ്ങനെ നമ്മുടെ കാർബറേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേബിൾ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാം. അങ്ങനെ നമ്മുടെ കാർബറേറ്റർ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കയറ്റി പിടിപ്പിച്ച് നോക്കാം. അത് നമുക്ക് ഒരു സൈഡ് മാത്രം പിടിപ്പിച്ച് മുറുക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ജസ്റ്റ്. അങ്ങനെ ഫുള്ള് നമ്മൾ നേരെ അകത്തോട്ട് കയറ്റി വെച്ച് കറക്റ്റ് ആ ലോക്ക് വരുന്നില്ല. ഇത് നമ്മുടെ സ്റ്റോക്കായിട്ട് നേരെ ഒരു വ്യത്യാസമില്ല. അങ്ങനെ കറക്റ്റ് കയറ്റിയിടാനുള്ളതേ ഉള്ളൂ. കയറ്റിയിട്ട് ജസ്റ്റ് മുറുക്കാം. നമ്മുടെ ലുക്ക് വരുന്ന വണ്ടി ഇരിക്കുന്നത് കറക്റ്റ് നമ്മളങ്ങനെ ടൈറ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. അവിടെ ഈ ഓസ് ബെൻഡുണ്ട് ബ്രീത്തറിൻ്റെ, അത് കുറച്ചും കൂടെ കട്ട് ചെയ്ത് നേരെ വയ്ക്കാൻ മതി. അപ്പോൾ തന്നെ അത് റെഡിയാവും. അങ്ങനെ നമ്മളതും കട്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ഫിറ്റ്മെൻറ്റ് വരുന്നത്. നമ്മളങ്ങനെ 100 രൂപയ്ക്ക് പെട്രോൾ മേടിച്ചിട്ടുണ്ട്. ബൈക്കിൽ ഒഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കി ഫുള്ള് മൈലേജും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും. ഇത് വെച്ചിട്ട് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്നും പിന്നെ രാവിലെ സ്റ്റാർട്ടാക്കുന്ന പ്രശ്നമെല്ലാം സോൾവ് ആയിരുന്നില്ലെന്നെല്ലാം ഈ വീഡിയോയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞതിലൊരു ഇതുണ്ട്, ഈ ബ്രീത്തറിൻ്റെ ലൈൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല, സ്റ്റാർട്ടാവും. പിന്നെ ആ മറ്റേ ലൈൻ അങ്ങനെ തന്നെ കണക്ട് ചെയ്തിട്ടാൽ മതി. പിന്നെ ഈ പെട്രോളിനകത്ത് എയറുണ്ട്, അത് സെറ്റ് ചെയ്യണം. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് സ്റ്റാർട്ടാക്കാനുള്ള പരിപാടി. ബാറ്ററി ഡൗൺ ആയി 2-3 അടിയിൽ, അതേ ഉള്ളൂ ഒരു പ്രശ്നം. അങ്ങനെ സ്റ്റാർട്ടാക്കുന്നുണ്ട്. സ്റ്റാർട്ടാക്കുന്ന വീഡിയോ എന്താ ഇടാത്തതെന്ന് വെച്ചാൽ വണ്ടിയുടെ ബാറ്ററി ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി. പിന്നെ ഈ ട്യൂണിങ്ങിലും കാര്യങ്ങളും കുറച്ച് വ്യത്യാസമുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ചോക്ക് വലിച്ച് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലൈൻ കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, ചോക്ക് വലിച്ചിട്ടുണ്ട്. എയറുണ്ട് പെട്രോളിനകത്ത്, നോക്കിയാൽ കണ്ടാൽ പറ്റില്ല. ചോക്ക് പോയി താത്താം. ട്യൂണിങ് മിച്ചമുണ്ട്, നമുക്ക് ട്യൂണിങ് കുറച്ചുകൂടെ
ഏകദേശം ഒന്ന് ജസ്റ്റ് ട്യൂൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഓടി ആകുമ്പോൾ സെറ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോൾ കറക്റ്റല്ല. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഓടി ഈ പെട്രോളിൻ്റെ എയർ എടുത്ത് കളഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്യണം, കുറച്ച് ലെങ്ത് കുറയ്ക്കണം ആ പൈപ്പിൻ്റെ. അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പരിപാടിയുണ്ട്. എന്നാലേ ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ചിലപ്പം രാവിലെ എടുക്കുമ്പോൾ ചിലപ്പോൾ സെറ്റാവണമെന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അതിനുള്ള ട്യൂണല്ലേ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ട്യൂൺ ചെയ്യണം. കുറച്ച് ഓടിയിട്ട് സീറ്റൊക്കെ എടുത്ത് വെച്ചൊന്ന് ഓടിയിട്ട് സെറ്റ് ചെയ്യണം. ഇനി എയറും കാര്യങ്ങളൊക്കെ എടുത്ത് കളയണം, എന്നാലേ ഇത് കറക്റ്റ് ആവുള്ളൂ. കറക്റ്റ് നമുക്ക് റിസൾട്ട് ഔട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് കുറച്ചുകൂടെ ഒന്ന് കയറ്റി വെക്കാം.